ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥിക്കാത്ത ആരും തന്നെ നമ്മിൽ കാണില്ല. കാരണം നാം എല്ലാവരും ദൈവത്താൽ നീതീകരിക്കപ്പെടാനും കർത്താവിൻ്റെ കരുണ അനുഭവിക്കാനും ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന എന്നത് കൃപയുടെ ഫലപ്രദമായ മാർഗമാണ്. അതെല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ്. ജീവിതത്തിലെ എല്ലാത്തിനും ദൈവത്തെ ആശ്രയിക്കുന്നു എന്നതിന് തെളിവ് കൂടിയാണ്. അതിനാൽ ജീവിതത്തിലെ അനിവാര്യമായ ഒന്നാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണമെന്ന് ക്രിസ്തു ഇന്ന് ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സത്യത്തിൽ ഈ ഉപമ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം തോന്നുന്നത്, ഞാൻ എന്തായാലും ഈ ഫരിസേയനെ പോലെ അല്ല എന്നാണ്. എങ്കിൽ ഒന്നുറപ്പിച്ചുകൊള്ളുക, ആ ഒരു ചിന്ത തന്നെ നമ്മെ ഈ ഫരിസേയന് തുല്യമാക്കി എന്ന്. അതിനാൽ അതിസൂക്ഷ്മമായി ഈ വചനഭാഗം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുവെന്ന് ചുരുക്കം. ഒന്നാമതായി, ഫരിസേയൻ്റെ പ്രാർത്ഥന സ്വയം കേന്ദ്രീകൃതമാണ്. ഇവിടെ പ്രാർത്ഥിച്ചു എന്നതിന് ഗ്രീക്ക് മൂലഭാഷയിൽ എന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് പരിഭാഷയിലും മറ്റ് ഭാഷകളിലും പറഞ്ഞിരിക്കുന്നത് അവൻ തന്നോട് പ്രാർത്ഥിച്ചു അഥവാ സ്വയം പ്രാർത്ഥിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ് അവൻ്റെ ദൈവം എന്നർത്ഥം. അഹങ്കാരം എന്ന പാപത്തിൻ്റെ പൂർണ്ണതയാണത്. അഹങ്കാരം എന്നാൽ ക്രമരഹിതമായ ആത്മസ്നേഹമാണല്ലോ. അതിൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെ സ്ഥാപിക്കുന്നു. അതായത് എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ തീരുമാനങ്ങൾ, അവ മാത്രം നടക്കണം എന്നുള്ള ചിന്ത. അതിനാൽ ഫരിസേയൻ്റെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ വിഗ്രഹ ആരാധനയായി തീരുന്നു എന്നതാണ് സത്യം. നേരെ മറിച്ച് ചുങ്കക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ദൈവമാണെന്നും താൻ ദൈവമല്ല എന്നും അവൻ തിരിച്ചറിയുന്നു. എളിമ എന്ന പദത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന ഹ്യൂമിലിറ്റി എന്ന വാക്ക് വരുന്ന ലാറ്റിൻ പദമായ ഊമൂസ് അർത്ഥമാക്കുന്നത് പോലെ താൻ പൂഴിയാണെന്ന്, ദുർബലമായ കാറ്റിൽ പോലും പറന്നുപോകുന്ന കേവലം പൂഴിയാണെന്ന് ചുങ്കക്കാരൻ തിരിച്ചറിയുന്നു. എന്നാൽ ഫരിസേയൻ്റെ ആത്യന്തികമായ ഉത്കണ്ഠ സമൂഹത്തിലെ തൻ്റെ വില, സുരക്ഷിതത്വം, സ്വയം നീതീകരണം എന്നിവയാണെന്ന് അവൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നു. മറ്റുള്ളവർക്ക് ഫരിസേയൻ നൽകുന്ന ഒരേയൊരു പരിഗണന എന്നത് താൻ അവരെക്കാൾ മികച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടി, താരതമ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മെക്കുറിച്ചും നമ്മുടെ ആശങ്കകളെക്കുറിച്ചും മാത്രം നാം പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് പരിഗണിക്കപ്പെടേണ്ട ഒന്നെന്ന് കരുതുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും ഫരിസേയൻ്റേതിന് സമാനമാകും. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടേതിനേക്കാൾ പൂർണ്ണമാണെന്നും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും മികച്ചത് എന്താണെന്ന് ദൈവത്തിന് അറിയാമെന്നും പരിഗണിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴും ഇത് സംഭവിക്കാം. അതിനാൽ പ്രാർത്ഥന എന്നത് നമ്മെ മാറ്റുന്ന ദൈവവുമായുള്ള സംഭാഷണമാണെന്ന് എപ്പോഴും നമുക്ക് ഓർക്കാം. രണ്ടാമതായി, ഫരിസേയൻ മറ്റുള്ളവരെ വിധിക്കുന്നു. അവൻ മറ്റുള്ളവരിൽ, മോഷ്ടാക്കളിൽ, അന്യായം ചെയ്യുന്നവരിൽ, വ്യഭിചാരികളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഫരിസേയൻ തൻ്റെ പ്രാർത്ഥന തൻ്റെ ഉള്ളിലെ ഒരു തെറ്റും തിരിച്ചറിയാതെ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിനുള്ള അവസരമാക്കി മാറ്റുന്നു. തൽഫലമായി വ്യക്തിപരമായ പരിവർത്തനത്തിൻ്റെ ആവശ്യമൊന്നും തന്നിൽ കാണുന്നില്ല. അതിനാൽ ദൈവത്തിൻ്റെ കരുണ ആവശ്യപ്പെടുന്നുമില്ല. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഫരിസേയൻ്റെ പ്രാർത്ഥന നന്ദിയർപ്പണം കൂടിയായിരുന്നു എന്നതാണ്. ഗ്രീക്ക് ഭാഷയിൽ നന്ദിയർപ്പണം എന്നാൽ യൂക്കരിസ്തൈൻ എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ നന്ദിയർപ്പണം അഥവാ കുർബാനയിൽ ഒത്തുകൂടുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഫരിസേയൻ്റെ പ്രാർത്ഥന പോലെയാകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് യേശു നമ്മോട് പറയുകയാണ്. നാം ക്രിസ്തുവിൽ നിന്ന് കണ്ണെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീഴ്ചകളെക്കുറിച്ച് അറിയാതെ വരുമ്പോൾ തെറ്റായ കാരണങ്ങളാൽ നാം നന്ദി പ്രകടിപ്പിക്കുന്ന അപകടത്തിലാണ് എത്തിച്ചേരുന്നത് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവുമായും മറ്റുള്ളവരുമായുമുള്ള നമ്മുടെ കൂട്ടായ്മയുടെ ഉറവിടമാണ് പരിശുദ്ധ കുർബാനയുടെ ആഘോഷം. എന്നാൽ സ്വയം നീതീകരിക്കുകയും മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയും ചെയ്യുന്ന മനോഭാവം നമ്മൾ കൈക്കൊണ്ടാൽ നമ്മുടെ നന്ദി പ്രാർത്ഥന അഥവാ കുർബാന കൂട്ടായ്മയേക്കാൾ ഭിന്നതയുടെ ഉറവിടമായി മാറുന്നു. ചുങ്കക്കാരനെ നോക്കുക. അവൻ സ്വയം കുറ്റം വിധിക്കുകയും ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു. അവൻ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ സ്വന്തം പാപത്തിലും തനിക്ക് ലഭിക്കേണ്ട കരുണയിലും സ്വന്തം വീണ്ടെടുപ്പിലുമാണ് ശ്രദ്ധിക്കുന്നത്.
മറ്റുള്ളവരുമായി നമ്മെ താരതമ്യപ്പെടുത്തുകയും നാം നീതിമാനാണെന്ന് കരുതുകയും ചെയ്യുന്നത് മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ താരതമ്യം ചെയ്യേണ്ടത് നമുക്ക് ചുറ്റിലും കാണുന്ന മനുഷ്യരോടല്ല, മറിച്ച് ദൈവത്തോടാണ്. ദൈവം തന്നെ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. മൂന്നാമതായി ഫരിസേയൻ തൻ്റെ പാപത്തെക്കുറിച്ച് അന്ധനായി പറയുന്നതിനെ പറ്റിയാണ്. അവൻ പറയുന്നത് നോക്കുക: ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല എന്ന്. എന്നാൽ ചുങ്കക്കാരൻ തൻ്റെ പാപത്തിൽ ഖേദിക്കുന്നു. അവൻ തൻ്റെ നെഞ്ച് തടിച്ചുകൊണ്ട് പറയുന്നു: കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, സ്വന്തം പാപം തിരിച്ചറിയുക എന്നത് ഒരു കൃപയാണ്. പലപ്പോഴും നമ്മൾ വളരെ ലാഘവത്തോടെ പറയാറുണ്ട്: എനിക്ക് പാപമൊന്നുമില്ല, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ. സത്യത്തിൽ അതൊരു വലിയ വിഡ്ഢിത്തമാണ്. എപ്പോഴെല്ലാം നാം അങ്ങനെ പറയുന്നോ അപ്പോഴെല്ലാം നാം സത്യത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയും ഈ ഫരിസേയനെ പോലെ ആവുകയും ചെയ്യുകയാണ്. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്രകാരമാണ്: നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. ഇനി നാലാമതായി, ഫരിസേയൻ സ്വയം അഭിമാനിക്കുകയും ഉപവാസവും ദാനധർമ്മവും എന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അവൻ തന്നെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇവ രണ്ടും തന്നെ സ്തുതി ഒഴിവാക്കാനായി തൻ്റെ ശിഷ്യന്മാരോട് രഹസ്യമായി ചെയ്യണമെന്ന് യേശു ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. മാത്രമല്ല, ഫരിസേയൻ തൻ്റെ മതപരമായ ആചാരങ്ങളെ തൻ്റെ നീതിയുടെ അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ഒന്നും ചോദിക്കുന്നില്ല, കാരണം തനിക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് അവൻ കരുതുന്നില്ല. എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നത്, ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു എന്നത് സാധാരണ ആവശ്യപ്പെടുന്നതിലും അപ്പുറമാണ്. സാധാരണ എല്ലാ സാധനങ്ങൾക്കും ദശാംശം നൽകേണ്ടതില്ല. ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം ഉപവസിച്ചാൽ മതി. അതുകൊണ്ട് സ്വന്തം ദൃഷ്ടിയിൽ ഫരിസേയൻ ഇതിനോടകം ആത്മീയമായി സമ്പന്നനാണ്. അതിനാൽ അവൻ തൻ്റെ യഥാർത്ഥ ആത്മീയ ആവശ്യങ്ങളോട് അന്ധനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹത്തിൽ ആഴപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ പുണ്യപ്രകടനങ്ങളായ ഉപവാസവും ദശാംശവും അഹങ്കാരത്തിനും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിനുമുള്ള ഉറവിടമായപ്പോൾ ദൈവത്തിൽ നിന്നും അയൽക്കാരനിൽ നിന്നും അവനെ വേർപെടുത്തുന്നതിൽ കലാശിച്ചു. ആ പുണ്യാചാരങ്ങൾ അവനെ ഒരു മികച്ച വ്യക്തിയാക്കുന്നതിന് പകരം അവനെ ഒരു അഹങ്കാരിയാക്കി മാറ്റി. അത്തരമൊരു മനോഭാവം വിശ്വസ്തരായ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലും ഉണ്ടാകാം. നമ്മുടെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമ്മെ പൂർണ്ണമാക്കി എന്ന് കരുതി ജീവിക്കുമ്പോൾ ദൈവത്തിനായുള്ള നമ്മുടെ യഥാർത്ഥ ആവശ്യം നമുക്ക് സത്യത്തിൽ നഷ്ടപ്പെടും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. അത് 3 വ്യത്യസ്ത ഗുണങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതായി കാണാം: വിനയം, ലാളിത്യം, സത്യസന്ധത. സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിയില്ല എന്നത് അവൻ്റെ പ്രാർത്ഥനയുടെ വിനയം പ്രകടമാക്കുന്നു. പശ്ചാത്താപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അടയാളമായി അവൻ തൻ്റെ നെഞ്ചിൽ അടിച്ചുവെന്ന സൂചനയും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അവൻ്റെ പ്രാർത്ഥനയുടെ ലാളിത്യം പ്രകടമാക്കുന്നത് അവൻ്റെ പ്രാർത്ഥന വാചാലമായില്ല എന്നതാണ്. സ്വയം നീതീകരിക്കുന്നതിനോ അവൻ്റെ പാപങ്ങളെ വിശദീകരിക്കുന്നതിനോ ന്യായീകരിക്കുന്നതിനോ ശ്രമിക്കുന്നതിനു പകരം അവൻ തൻ്റെ ആവശ്യം തിരിച്ചറിയുകയും തൻ്റെ അഭ്യർത്ഥന സമർപ്പിക്കുകയും കർത്താവിൻ്റെ അനുകമ്പയിൽ തന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. താൻ ഒരു പാപിയാണെന്നും ദൈവത്തിൻ്റെ കരുണ തനിക്ക് ഏറ്റവും ആവശ്യമാണെന്നും അവൻ അംഗീകരിക്കുന്നതിൽ അവൻ്റെ പ്രാർത്ഥനയുടെ സത്യസന്ധത പ്രകടമാണ്. അത്തരത്തിലുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വ്യക്തിയെ നീതീകരിക്കുന്നത് എന്ന് യേശു പറയുന്നു. ഈ 3 ഗുണങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയിലും നാം വളർത്തിയെടുക്കേണ്ടത്. വിശുദ്ധ കുർബാനയിൽ നാം ഈ 3 ഗുണങ്ങളും യഥാർത്ഥത്തിൽ പരിശീലിക്കുന്നു. പശ്ചാത്താപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അടയാളമായി എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിലടിക്കുമ്പോഴും സ്തോത്രയാഗ പ്രാർത്ഥന വേളയിൽ നാം മുട്ടുകുത്തിയും നമ്മുടെ സത്യസന്ധതയും വിനയവും പ്രകടമാക്കുന്നു. ദിവ്യബലിയിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വാചാലമായ പ്രാർത്ഥനകളല്ല, പകരം സഭ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ മാത്രം പറയുന്നത് വഴി നമ്മുടെ പ്രാർത്ഥനയുടെ ലാളിത്യം പ്രകടമാക്കുന്നു. ആ ലാളിത്യം പ്രകടമാക്കാനാണ് വൈദികരോട് സ്തോത്രയാഗ പ്രാർത്ഥനയിൽ സ്വയം പ്രേരിത പ്രാർത്ഥനകൾ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത് പോലും. അങ്ങനെ ദിവ്യബലി നമ്മുടെ നീതീകരണത്തിന് ഉപകരിക്കുന്ന യഥാർത്ഥ പ്രാർത്ഥനയായി മാറുകയാണ്.
അതിനാൽ നമുക്ക് നമ്മുടെ ആത്മീയ ദാരിദ്ര്യം അംഗീകരിച്ചുകൊണ്ട് നീതീകരണത്തിൻ്റെ ദാനത്താൽ അനുഗ്രഹിക്കപ്പെടാനും പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യമായ ദൈവവുമായും മറ്റുള്ളവരുമായുമുള്ള നമ്മുടെ കൂട്ടായ്മ ആഴത്തിലാക്കാനും കഴിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.